അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പ്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. അക്രമി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. അക്രമിയുടെ നില ഗുരുതരമാണ്. 30ഓളം തവണ വെടിവെച്ച് കേട്ടതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വൈഷ്ണ പ്രഭാകരനുണ്ട് വിവരങ്ങളുമായി. വൈഷ്ണ, എന്തായാലും സമാനമായി വീണ്ടും അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പുണ്ടാകുന്നു. അക്രമിയടക്കം പരിക്കേറ്റു എന്ന സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വസതിക്ക് സമീപത്തായാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. 30 തവണ വെടിയൊച്ച കേട്ടെന്നാണ് പറയുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമിക്കും പിന്നെ മറ്റൊരാൾക്കുമാണ് വെടിയേറ്റതെന്നാണ് പറയുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വെടിവെപ്പ് ഉണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഞാൻ ഓവൽ ഓഫീസിലുണ്ട് എന്ന് പോസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. പ്രാദേശിക സമയം വൈകിട്ട് 6 മണിക്ക് ആണ് ട്രംപ് ഓവൽ ഓഫീസിലുണ്ട് എന്ന പോസ്റ്റിന് പിന്നാലെ വെടിവെപ്പ് ഉണ്ടാകുന്നത്. ആയുധധാരിയായ ഒരാൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. അക്രമി അടക്കം 2 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. 30 തവണ വെടിയൊച്ച കേട്ടു എന്നാണ് പറയുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനായി അമേരിക്കൻ മാധ്യമ പ്രവർത്തകരെല്ലാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവർ ലൈവ് റെക്കോർഡിംഗ് നടത്തുന്നതിനിടെയാണ് ഈ ഒരു വെടിവെപ്പ് ഉണ്ടായത്. ഈ ലൈവ് റെക്കോർഡിങ്ങിൽ ഈ വെടിയൊച്ചയുടെ സൗണ്ട് വ്യക്തമായി കേൾക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വെടിവെപ്പിന് പിന്നാലെ വൈറ്റ് ഹൗസ് അടച്ചു എങ്കിലും ഉടൻ തന്നെ തുറന്നു. ഈ വെടിവെപ്പിന് പിന്നാലെ എന്തായാലും അവിടെ വളരെയധികം സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. അക്രമി എന്തിനാണ് ഈ ഒരു വെടിവെപ്പ് നടത്തിയതെന്നോ ആരാണ് അക്രമി എന്നോ ഉള്ള വിവരം ഇതുവരെ വ്യക്തമായിട്ടില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതുപോലെ വെടിയൊച്ച കേട്ടയുടൻ മാധ്യമപ്രവർത്തകരെ പ്രസ് റൂമിലേക്ക് മാറ്റി സുരക്ഷിതരാക്കി. FBI സംഘം സ്ഥലത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. FBI സംഘം എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ, ഇവർ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ആരാണ് അക്രമി, എന്തിനു വേണ്ടിയാണ് ഈ ഒരു അക്രമം നടത്തിയത് എന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. കാർത്തു, ശരി, എന്തായാലും ട്രംപിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റതായാണ് പുറത്തേക്ക് വരുന്ന വിവരം. എന്തായാലും ട്രംപ് വൈറ്റ് ഹൌസിന് സമീപമുള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് നടന്നത്. എന്നാൽ ഇതിന്റെ കാരണം എന്താണ് എന്ന കാര്യത്തിലോ അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ പുറത്ത് വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ അക്രമിയുടെ നില ഗുരുതരമാണ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തേക്ക് വരികയാണ്. വൈഷ്ണ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകിയത്.